ഹലോ, വെൽക്കം. താങ്ക് യു. റൂമുണ്ടോ? 2 ഡബിൾ റൂം ആകാം. എന്താ? ഒരു ഡബിൾ റൂമിൽ എത്ര ബെഡ് ഉണ്ടാവും? 2. അപ്പോ ഞങ്ങൾ 4 പേര് വരുമ്പോ 2 ഡബിൾ റൂം വേണമെന്ന് പ്രത്യേകം പറയണോ? വേണ്ട, എന്നാലും ചോദിക്കേണ്ട മര്യാദ എന്റെയാണല്ലോ. മര്യാദ പിന്നെയാകാം, ആദ്യം റൂം തരൂ. വിശ്വനാഥ പണിക്കർ, ഓമനക്കുട്ടൻ ആൻഡ് ഫാമിലി. പീതാംബരൻ. വാ, ഇരിക്ക്. ചേടാ, ഇവരുടെ അന്തം വിട്ടുള്ള ഈ പകച്ച മുഖങ്ങൾ കണ്ടാ തോന്നും നമ്മളെ ഇവരെവിടുന്നോ തട്ടിക്കൊണ്ടുവന്നാണെന്ന്. ഇരിക്ക്. സാർ, ചായ. അതിനിവിടെ ചായക്ക് പറഞ്ഞില്ലല്ലോ. ആദ്യമായിട്ടൊരു ചൂട് ചായ കുടിക്കണം സാറേ. ഇതാരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾക്ക് കാപ്പി വേണ്ടതെങ്കിലോ? ഇവിടത്തെ ചായക്കും കാപ്പിക്കും ഒരേ ടേസ്റ്റാ സാറേ. എന്റെ അടുത്ത് സാറുമാര് മെക്കിട്ട് കയറരുത്. ആര് ചോദിച്ചാലും ചായ കൊടുക്കാവൂ, കാപ്പി കൊള്ളത്തില്ല എന്ന് പറയണമെന്ന സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. ആരുടെ? മാനേജറുടെ. സ്റ്റോറിലേക്കുള്ള ചായപ്പൊടി സപ്ലൈ ചെയ്യുന്നത് മാനേജർ അളിയന്റെ കടയിൽ നിന്നാണ്. ഇത് ട്രേഡ് സീക്രട്ടാണ്. എന്റെ പൊന്നു സാറെ, പുറത്ത് ആരോടും പറയില്ല, എന്റെ ജോലി പോകും. ഇനി എന്തെങ്കിലും വല്ല ചിപ്സോ സോഡയോ ഹോട്ട് ഡ്രിങ്ക്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ബെല്ലൊന്ന് അമർത്തിയാൽ മതി. ഈ പീതാംബരൻ പറന്നെത്തും. അവനൊരു എല്ല് കൂടുതലാണെന്നാ തോന്നുന്നത്. ഫണ്ണി ഗൈ. ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേ? യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ? ഓഫ് കോഴ്സ്. ഇഷ്ട, എനിക്കൊരു സംശയം. ആ റൂം ബോയ് ഇല്ലേ, പീതാംബരൻ, അയാളെ നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. നമ്മൾ ആരാണെന്ന് അവൻ അറിയാമായിരിക്കണം. അല്ലെങ്കിൽ അവൻ ഇത്രയും ഫ്രീഡം നമ്മുടെ അടുത്ത് എടുക്കില്ല. തനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. വെറുതെ മനുഷ്യരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ കുന്ത്രാണ്ടങ്ങൾ ആലോചിച്ച് കൂട്ടാതെ. അവനൊന്നും നമ്മൾ അറിയില്ല. ഉറപ്പാണോ? ഇല്ല കണ്ട്. ഒരു ഹോട്ടൽ ബോയ്സിന്റെ ഒരു സ്ഥിര ഏർപ്പാടാണിത്. അങ്ങ് കയറിയും കൊട്ടും, അത്രേ ഉള്ളൂ. എങ്കിൽ ഭഗവാനെ നിനക്ക് സ്തുതി. വല്ല പരിചയക്കാരുടെ മുമ്പിൽ ഈ പരുവത്തിലെങ്ങാനും ചെന്ന് പെട്ടുകൊടുക്കായമെങ്ങാനും അറിഞ്ഞ എന്റെ ആപ്പീസ് കൂട്ടും. കൃഷ്ണ ഗുരുവായൂരപ്പ, നീ തന്നെ തോണ. താനൊന്ന് സമാധാനപ്പെടേണ്ട ഓമനെ കുട്ട. അല്ല, ഇതെന്താ ഇവിടെ? കുറെ നാളായാലോ കണ്ടിട്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ അതോ ഫാമിലി ഉണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ആളെ മനസ്സിലായില്ല. സത്യം പറഞ്ഞ മുഖം കണ്ടപ്പോ എവിടെയോ വെച്ച് കണ്ടൊരു പരിചയം. നമ്മൾ തമ്മിൽ എവിടെ വെച്ചാ കണ്ടത്? ഒന്ന് ഓർത്തു നോക്കട്ടെ. ഓർത്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഉറപ്പാണ്? ഒരു സംശയവും ഇല്ല. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. അതല്ലല്ലോ കാര്യം. ഏതായാലും നമ്മളൊരു പരിചയപ്പെട്ടു. ഒരേ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ശങ്കരൻകുട്ടി, ശങ്കർദാസ് എന്ന ഒഫീഷ്യൽ മെട്രോ ജനറൽ ഏജൻസീസിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. ഇവിടെ 205 താമസിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സെയിൽസ് റെപ്രസെന്റേറ്റീവായ തനിക്ക് എന്നെ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്കപ്പോ ആള് മാറിയതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, മാഷേ, ആശാൻ, വായക്കിടന്ന് 5-6 വാഴ നാഷണൽ വേസ്റ്റ് ആയി പോയി. വല്ല കച്ചവടക്കാരെന്ന് വിചാരിച്ചാ വല വീശിയത്. അയ്യോ, വീണില്ല. ഇരിക്കും. ഇതാൾ എവിടെ പോണു? അതാണല്ലോ ശങ്കർദാസ്. എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്ത് വേണം ചെയ്യാൻ പറഞ്ഞോളൂ. ഞാനല്ലേ ഉള്ളേ. അത്ര വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല. ആ ടവലൊന്ന് എടുത്തു തരുമോ?
അത്രേ ഉള്ളൂ. എന്താ കുടിച്ചു എന്നാട്ടെ, കുടിച്ചു തോർത്തി വാ ഇങ്ങോട്ട്. അയ്യോ മതി പോലെ നിർത്തി, മതിയായി. കാര്യവും കാരണം അറിയാതെ ആരുടെ മുഖത്തോ കിളിക്കാനുള്ള ഈ കഴിവ് എന്ന് നശിക്കുന്നുവോ അന്ന് ഈ ബാഗിനോടും ഈ തൊഴിലിനോടും അല്ല, കഴിഞ്ഞ 3 ജന്മങ്ങളിൽ ചെയ്ത പാപവും ഇനി വരാനിരിക്കുന്ന 3 ജന്മങ്ങളിൽ ചെയ്യാനിരിക്കുന്ന പാപവും ഈ കാലയളവിനുള്ളിൽ തീർന്നു. അയ്യോ നിർത്തി, ഞാനില്ല, ഇനി ഈ പണിക്ക് ഞാനില്ല. അല്ലേ സാർ ആരോട് ഈ വർത്തമാനം പറയുന്നത്? എടാ 1/2 മണിക്കൂറായില്ലേടാ കോശവ ഇച്ചിരി വിഷം വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വെറും കൈയോടെ വന്നിട്ട് അവന്റെ ഒരു വിശേഷം വയ്ച്ചത് പെണ്ണുങ്ങളുടെ മുറിയിലാണ്. നീ ഓടിച്ചില്ലേ കള്ള. എന്റെ സാറേ, ഈ പീതാംബരൻ ഈ നിമിഷം വരെ വെറും കൈയോടെ എങ്ങും കടന്നു തന്നിട്ടില്ല. സാറിന് അടങ്ങ്. അല്ല, ഇപ്പൊ സാറിനെന്താ വേണ്ടത്? വിഷം. അതെ, അത്രല്ലേ ഉള്ളൂ. അതിനല്ലേ സാറേ ഈ പീതാംബരൻ. കൂടെ വേണോ? വേണ്ട. പൊരിക്കണോ? നീ എന്നെ കൊറിപ്പിക്കല്ലേ. വിഷകത്തോട്ട് കയറി ഉള്ളു കത്തി പരവേശം എടുക്കട്ടെ, അപ്പ തിന്നാലേ തരുന്ന കാശ് മുതലാവുള്ളൂ. എങ്കിലും ഒരു കാര്യം ചെയ്യും. ഒരു കാര്യവും ചെയ്യണ്ട, തൽക്കാലം പീത പോ. എന്നാ പീത പോകുന്നു. സാറിന് ബോധം. പിന്നെ ഈ സ്മോളിലൊന്നും ആഗ്രഹം നിർത്താനേ ഞങ്ങൾ സമ്മതിക്കില്ല. വേറെ 2 ചില്ലി ചിക്കൻ, 2 ചിക്കൻ നൂഡിൽസ്. എന്താ വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ. എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പക്ഷെ ഇതുകൊണ്ടൊന്നും ആയില്ല കേട്ടോ. രണ്ടുപേരുടെ വരാനുണ്ട്, വന്നിട്ട് ഓർഡർ ചെയ്യാം. ഏയ് കമോ പ്ലീസ് ഓർഡർ ചെയ്യുന്നേ. അവരുടെ വരട്ടെന്നേ. അവര് വരുമ്പോ വരട്ടെ. കാശ്മീർ ആപ്പിൾ പൊല്ലിക്കുന്നത് ഇനി കിളവനാണ് കിട്ടിയത്. അതവളുടെ തന്തയായിരിക്കും. തന്തയായിരിക്കുന്നതാ കൂടുതൽ സൗകര്യം. ഞങ്ങളുടെ നാട്ടിൽ നിന്നിട്ട് ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ നിൽക്കുന്നു. കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരായ ചെറുപ്പക്കാരായ ഞങ്ങള് തൊട്ടെന്നൊക്കെ വരും. ഈ ചൂടുമില്ലടാ പോടാ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെയും കൊണ്ട് ആരിവിടെ വന്നാലും നാട്ടുകാരനായ താൻ ഉപ്പ് നോക്കും. ഒരക്ഷരം മിണ്ടാതെ സഹിച്ചോളണം അല്ലേ? താനാരാ? ഞാനിവിടുത്തെ മനുഷ്യട്ട് ഇവിടെ പിടിച്ചില്ലേ? നിന്നും ഞെളിയാതെ കാണിച്ച് തോന്നിയാത്തിന് മാപ്പ് പറഞ്ഞിട്ട് പോടാ. മാറോ വാ.
ഒന്ന റാസ്കൾ, നിന്റെ തന്തയാകാൻ പ്രായമുണ്ടല്ലോടാ ഇയാൾക്ക്. എന്താ നിങ്ങളുടെ പേര്? ഓമനക്കുട്ടനാര്. ആ, ഓമനക്കുട്ടനാരെ. ഇത് മോളായിരിക്കും അല്ലേ? ഇത്രയും പ്രായമായ മോളെ കൊണ്ട് ഹോട്ടലിലേക്ക് ഇറങ്ങി നടക്കരുത്. വേഗം കല്യാണം കഴിച്ച് അയക്കാൻ നോക്കും. മനസ്സിലായോ?